നമസ്കാരം. സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ ആള് ഒരു വർഷം മുമ്പ് തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞ ദിവസം വരെ ഈ യൂട്യൂബ് ചാനലിലുള്ള ഒരു കുറെ പേര് അവന്റെ ചാനലിൽ നല്ല രീതിയിലും അല്ലാത്ത രീതിയിലുള്ള ഒരു സംപ്രേഷണം കാഴ്ചവെച്ചിരിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞ ആള് നിലവിൽ യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടിയിട്ട് കുറെ വീഡിയോയ്ക്ക് വേണ്ടി നിന്നു കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ പച്ചമാംസം തിന്നുക, പുഴുക്കള്, പല്ലികള്, ചാണകം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിലൊരു ഭക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം നല്ലതാണ്, അങ്ങനെയാണ്, ഇതാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് ചാലിവാരി മേലെ പൊത്ത് അതൊക്കെ ആയിട്ട് കുറെ വീഡിയോകൾ നിലവിൽ വന്നിട്ടുള്ളതാണ് പലതരം യൂട്യൂബ് ചാനലുകളിൽ. നമ്മുടെ റിച്ചുബായി അങ്ങനെയുള്ള കുറെ പേര് ഒരു വർഷം മുമ്പേ ഇത് ഇങ്ങനെയുള്ള ഇയാളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇയാൾക്ക് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഇതുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് അതും പറയുന്നില്ല. കുറച്ച് സന്യാസിയായി നടക്കുന്നു, കുറച്ച് വലിയ പച്ചില മരുന്നുകളായിട്ട് നടക്കുന്നു, കുറച്ച് ഈ പഴകിയ മാംസങ്ങൾ ഈ പോത്തിന്റെ തലയൊക്കെ തിന്നിട്ടുള്ള ഒരു വീഡിയോ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഇതല്ലത് ഒരാളിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും മോശമാണ്. കാരണം ഈ ഒരു യൂട്യൂബ് ചാനലുകളൊക്കെ പോയിട്ട് അവിടെ പോയി ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതിൽ കൂടി ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അപ്പൊ നിലവിൽ ഞാൻ കണ്ടു. പിന്നെ കുറച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന്റെ കുറെ വീഡിയോസും നിലവിലൊക്കെ ഞാൻ കണ്ടത്. ചാണകം, അത് പാറ്റ, പല്ലി, പച്ചമാംസം, അങ്ങനെയുള്ള കുറെ ഭക്ഷിക്കുന്നതും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ആശാൻ ഒരു ആത്മീയതയിലോട്ട് മാറിയിട്ടുണ്ട്. ആത്മീയത എന്ന് പറയുമ്പോൾ സന്യാസം. തൊട്ടടുത്ത വീട്ടിലൊരു മലമുകളിൽ പോയി ഇരുന്നിട്ട് ഒരു വസ്ത്രവും ധരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. ഇപ്പൊ അതാണ് അത്. പിന്നെ ആൾക്ക് എന്താ ജോലി അറിയില്ല, ആളുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ഒന്നും മാത്രം അറിയാം, സുരേഷ് മേപ്പാടി, അത് മാത്രം അറിയാം നിലവില്. അപ്പൊ ഞാൻ അതിലിപ്പോ എനിക്ക് ജസ്റ്റ് ഒന്ന് കുറെ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. അപ്പൊ അതില് ഒരു വീട് സന്യാസി, ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാൻ മടിയായിട്ടുണ്ടോന്ന് അറിയില്ല, ഇപ്പൊ സന്യാസി വേഷത്തിലാണ് പുള്ളി. ബുദ്ധനും ഒക്കെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അവരുടെയൊക്കെ അനുഭവത്തോടു കൂടിയാണോ അവരുടെ അനുഭവത്തോടു കൂടെ ഇങ്ങനെ വേഷം തന്നെ ഇടാൻ പറ്റുള്ളൂ. ഇത് ഇടുമ്പോ തന്നെ ശരീരത്തിനും മനസ്സിനും ഒരു കുളിര് മാത്രമല്ല, കറണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി എൻ്റെ ഗുരുക്കന്മാരെ എനിക്ക് കാണാൻ പറ്റും, അവർക്ക് സംസാരിക്കാൻ പറ്റും. അവരുടെ ഇപ്പോൾ കണക്റ്റഡ് ആണ് ഞാൻ. അപ്പോൾ ഈ സന്യാസി ജീവിതം കൊണ്ട് ചിലരൊക്കെ എന്ന് പറയുന്നത് സന്യാസി ജീവിതത്തിലേക്ക് വരുന്നത് സാമ്പത്തിക ഉദ്ദേശത്തോട് വരുന്നവരുണ്ട്. അതുപോലെ ചികിത്സ എന്നുള്ള രീതി വരുന്നുണ്ട്. പലതരം തട്ടിപ്പുകളും ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ സന്യാസി ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ മക്കളെ നന്മയ്ക്ക്, ലോക നന്മയ്ക്ക് വേണ്ടി, എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേഷമല്ല, ഇത് ഗുരുവിൻ്റെ വെളിപ്പാടാണ്. പണ്ടൊക്കെ ഋഷികളും മുനികളും ഇതേ വേഷത്തിലായിരുന്നു ഇരുന്നത്. ഇന്നത്തെ ഗുരുക്കന്മാർ അങ്ങനെയല്ല. 40 ദിവസം 50 ദിവസം കാട്ടിലിരുന്ന് ധ്യാനിച്ച് ഗുരുവിൻ്റെ അനുഭവത്തിനനുസരിച്ച് വേഷം മാറി നടക്കും. അത് കണ്ടാൽ അറിയത്തില്ല, കാണാൻ ഒരേപോലെ. ഓറസിന്റെ വിദ്യ, ആ ഓറസ് കുരുവാണ് അവന്. വനത്തിൽ കയറിയിട്ട് അല്ലെങ്കിൽ വനത്തില് അനധികൃതമായിട്ട് കയറി കണ്ട് ഫോറസ്റ്റുകാരൻ്റെ അടുത്ത് നിന്ന് കേസ് വന്നില്ലെങ്കിലേ ഉള്ളൂ. ധ്യാനം ചെയ്യല് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണെങ്കിൽ ഓക്കെ, അംഗീകരിച്ചു. ഇതൊരു ഒരാളിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു പറയാലോ, ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, ഇതൊക്കെ വെറുതെ ഇതാന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. ഇതിൽ വേറെ ഒന്നും ഇതിൽ കൂടുതൽ പറയാനില്ല. പക്ഷെ ഇതുകൊണ്ട് ഒരാളിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന കുറെ പേരുണ്ട്. കാരണം ഇതിൽ കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന ടീമുകളുണ്ടാവും. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ വീഡിയോകൾ ചെയ്താണെങ്കിൽ ഇത് അറിയാം, അതിന്റെ ഭാവിയിൽ വരുന്ന വിഭാഗങ്ങൾ എന്താന്നുള്ള കാര്യമൊക്കെ അറിയാം. പിന്നെ ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലുകാർ അവരുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ എടുത്തു വെക്കുമ്പോഴാണ് ഒരു പ്രശ്നം. അത് നല്ല കാര്യമല്ല, ഒരു മണ്ടത്തരങ്ങളാണ് പറയുന്നത്. ഗുരു കറണ്ടിനെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേപോലെ തന്നെ എൻ്റെ ഗുരുവിനെ നിങ്ങൾക്കാരും കാണാൻ പറ്റില്ല. ഇത് മുഴുത്ത പ്രാന്ത് എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ശരിക്കും ആണെന്നുണ്ടെങ്കിൽ ഇത് ഗുരുവിൻ്റെ വെളിപ്പാടും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആകുന്നത്. ഇനി 40 ദിവസം 50 ദിവസം ഇനി കാട്ടിൽ നിന്നതിൻ്റെ ശേഷം ഗുരുവിൻ്റെ വെളിപ്പാടനുസരിച്ച് ഞാൻ ലോകജീവിതത്തിലേക്ക് വരുള്ളൂ. ഗുരു അനുഗ്രഹിച്ചാൽ മാത്രം ലോകജീവിതത്തിൽ വരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ലോകജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല. എന്നാൽ ഇത് ഇങ്ങനെ ഈ വേഷം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കാനും എല്ലാ മക്കളെ പ്രശ്നങ്ങൾ തീർക്കുവാനുമാണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം, മരുന്നില്ലാതെ, മന്ത്രമില്ലാതെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും
നിങ്ങളെ കുളിപ്പിച്ച് മാറ്റിയ വെള്ളമൊഴിച്ച് കഴുകിയാൽ എങ്ങനെ ഉണ്ടാവും അതേമാതിരി ശുദ്ധീകരിച്ച് മാറ്റുവാണ്. മകനെ അനുഗ്രഹിക്കും. സാധാരണ ഒരു നമ്മൾ പെട്ടെന്ന് ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു വേഷത്തിലേക്കൊക്കെ മാറുമ്പോൾ ഇത് ഈ കൈവിഷം എടുക്കാനും അല്ലെങ്കിൽ മറ്റേ മന്ത്രതന്ത്രാദികളൊക്കെ ചെയ്യാനും പച്ച മലയാളത്തിൽ പറഞ്ഞ കൂടുമാത്രം എനിക്കതിൽ വിശ്വാസമില്ല. അപ്പോൾ അതുപോലൊക്കെയുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനെ അത്തരം എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഇതിലേക്ക് തിരിഞ്ഞത്? അത് അങ്ങനെയൊന്നുമല്ല. ഗുരുവിൻ്റെ വെളിപ്പാടും ഗുരു എല്ലാം ചെയ്യുന്നത് നന്മയ്ക്കാണ്. ഗുരു ഒരു വെള്ളം കൊടുത്താൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പല ലെവലിലാണ്. ഗുരു ഉദ്ദേശിക്കുന്നത് ഒറ്റ വെള്ളമായിട്ടാണ് കാണുന്നത്, ഒരു വായുവായിട്ടാണ് കാണുന്നത്. ഗുരു അനുഗ്രഹിച്ചിരിക്കും എല്ലാ പ്രശ്നങ്ങളെയും ഒറ്റ നോട്ടത്തിൽ അത് മാറ്റി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്, നല്ല ഉദ്ദേശത്തെ കൂടെ. 40 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യ ജീവിതത്തിൽ എന്നെക്കൊണ്ട് ലോകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഗുരു ലോകത്തേക്ക് പോകാൻ പറയും. അങ്ങനെയാണ് പല രീതികളിൽ പോകുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് കരണ്ടാണ്. ഇത് ഗുരു ഉണ്ട് ഇവിടെ. ഗുരുവേ അനുഗ്രഹിക്കാൻ. ഇത് ഗുരു ഇത് മുഴുത്ത വട്ടാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതൊരു മുഴുത്ത വട്ടാണ്. അല്ലെങ്കിൽ ഇതെന്താ പിന്നെ പറയുക? മനുഷ്യന്മാരുടെ പ്രശ്നം മാറ്റം ഇയാളാരാ? ഇത്രയും അമ്പലവും ദൈവവിശ്വാസവും ഉള്ളവർക്ക് അടക്കം പ്രശ്നങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളാണ്. എന്നിട്ടാണ് ഒരു മലമൂട്ടിൽ പോയിരിക്കുന്ന നമ്മുടെ സുരേഷ് മേപ്പാടി എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കുരു നാട്ടിൽ വിലയില്ല, പിന്നെയാണ് കാട്ടിൽ. അതാ പറഞ്ഞത്, ഫോറസ്റ്റുകാർ കേസെടുക്കാണ്ടിരുന്ന ഭാഗ്യം. അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഇരുന്നിട്ട് അനധികൃതമായി ഫോറസ്റ്റ് മേഖലയിൽ കൈയടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വരേണ്ടിരുന്ന ഭാഗ്യം. കാരണം അതല്ല, നേരത്തെ ഇതേപോലെ നേരത്തെ ഇതേപോലെ പച്ചമാംസം നിന്ന് നടന്ന ടീമാണേ. നമ്മൾ കുറേ വീഡിയോ ഒക്കെ അതിന് മുമ്പ് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സുരേഷ് മേപ്പാടി നടിച്ചതിന് ഇഷ്ടം പോലെ പുള്ളിക്കാരനെ കുറിച്ച് എടുത്തിട്ടുണ്ട്. പച്ചമാംസവും പാറ്റ ഇതെല്ലാം തിന്നണമെന്ന കുറേ ഇതുണ്ട്. അതിനുശേഷം ഞാൻ വീഡിയോ ആണ്, അതിൽ ഓട്ടോമാറ്റിക്കലി അതിൽ എഴുതിയിട്ട് ഫസ്റ്റിന് തുടങ്ങണം, ഇത് ആരും തന്നെ അനുകരിക്കരുത്, ഇത് തികച്ച എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ ഈ ചാനൽ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ട. ആ വീഡിയോ ഇതാണ്. ഞാൻ സുരേഷ് മേപ്പാടി. പ്രകൃതിയിലൂടെ നടക്കുമ്പോഴും പ്രകൃതിയുടെ കുളിക്കുമ്പോഴും നിങ്ങൾക്ക് പല അസുഖങ്ങളെയും ഇന്ന് പുതിയതായിട്ട് പുനർജനിച്ചുകൊണ്ടിരിക്കുന്ന പല ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോണത് എല്ലാ വൈറസിനെയും നഷ്ടപ്പെടുത്തി ശരീരത്തെ പുനർജനിപ്പിച്ച് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, അത് ആരോഗ്യത്തെ വർദ്ധിച്ചെടുക്കുക. അതിന് പറ്റിയ അതേമാതിരി ഇന്ന് കുട്ടികളില്ലാത്ത പ്രശ്നം, ലൈംഗിക സംബന്ധമായുള്ള പ്രശ്നം, ഗർഭപാത്ര പ്രശ്നം, ഇതിനൊക്കെ മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഷടാ, കൊറോണ വന്നപ്പോൾ പുള്ളിൻ്റെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു അല്ലേ? പുള്ളി കൊറോണ വന്നപ്പോൾ ഒരു 15 ദിവസം ക്വാറന്റൈനിലേക്ക് ഇരുന്നെന്നാണ് കേൾക്കുന്നത്. അപ്പോഴൊന്നും ഈ ഒരു വിദ്യ കണ്ടിട്ടില്ല എന്നുള്ളതന്നെ. പിന്നെ ആ സമയത്ത് ഈ മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ നേരെ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നു തന്നെ. അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അതിൽ ഡിസ്ക്ലൈമർ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്നാണ് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ പുറത്തായിട്ട് ഇത് വേറെ വല്ല കേസും പെടുന്നതായിരിക്കും. ഇത് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ആൾ സന്യാസത്തിലാണ്. അപ്പോൾ ഭക്ഷണം എന്താ കഴിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിന് ഉത്തരം പറഞ്ഞു, ഞാൻ കഴിക്കുന്ന വായുവും സൂര്യനെയാണ്. എന്താ അല്ലേ? എത്ര ദിവസം വായും സൂര്യനെയും കഴിക്കും? ഞാൻ പറയാം, അത് ഒന്നിലും മുഴുത്ത വട്ട്, എല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് എന്താ പുള്ളി പറയുന്നത് എന്ന് പുള്ളിക്ക് പോലും ബോധമില്ലാത്ത ഒരാളാണ്. ഇതാ വാഴയിലി കെട്ടിയിട്ടുള്ള അടുത്ത വിദ്യ കണ്ടോ? പറയുമ്പോൾ ഇതൊരു വാഴക്കുളിയാണ്. ഒരുപാട് കുളികൾ സോപ്പിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല സാധനം കിട്ടാനില്ല. വാഴ ഇല വെച്ചിട്ട് ഇങ്ങനെ കുളിക്കുക, ഇങ്ങനെ കെട്ടി നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ കൃമികളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ പറ്റിയ ഒരു സംഗതിയാണിത്. വിമർശകരോട് പിന്നെ അവനോട് പോയി പഠിക്കാനാണ് പറയുന്നത്. ഒരുപാട് പോയിട്ട് പഠിക്ക്, പിന്നെ നിന്റെ അകത്തേക്ക് തിരിഞ്ഞു നോക്ക്. നീ പിന്നെ സ്കൂളിൽ പോയി അവിടെ സ്കൂളിൽ പോയി തെറ്റാണ്ട് ഡെയിലി കറക്റ്റ് പോയി ഇരുന്ന് പഠിച്ചത് കൊണ്ട് കാര്യമായില്ല. പ്രകൃതിയെ പഠിക്ക്. പ്രകൃതിയിൽ തന്നെ ജനിക്കുന്നു, പ്രകൃതി തന്നെ അലിഞ്ഞു ചേരുന്നു എന്നാണ് കണക്ക്, അല്ല അതാണ് സത്യം. അപ്പോൾ പ്രകൃതിയെ പഠിച്ചാൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉപരി ഇതിനെ ദൈവം എന്ന ഒരു സംഗതി നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു ഭാഗ്യം ഉണ്ട് ഇതിൽ. അപ്പോൾ നീതിയായി പറയുന്നവനെ നീതി തെരഞ്ഞു വരും, നന്മ പറഞ്ഞു വരുന്നവനെ നന്മ തെരഞ്ഞു വരും എന്നാണ് കണക്ക്.
തെറ്റുകൾ ചിന്തിക്കണവനെ തെറ്റുകൾ തെരഞ്ഞു വരും. അപ്പോൾ നമ്മൾക്ക് കഴിയുന്നത് നന്മകൾ ചെയ്യാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ, ഈ വാഴൻ്റെ ഇലയുടെ ഗുണം ഭയങ്കര ഗുണമാണ്. ചോറ് പൊതിഞ്ഞാൽ എത്ര ടേസ്റ്റ്. എന്തോന്നടേ ഇത്, എന്തോന്നടേ, അഭിനയിക്കുകയാണോ അതോ റിയൽ ആയിട്ട് ഇങ്ങനെയാണോ, അതോ പൈസ കൊടുത്ത് ജയിപ്പിക്കുകയാണോ? വയസ്സ് ഇത്രയും ആയില്ലേ, ഒരു സാമാന്യ ബോധം വേണ്ടടേ. ഓരോരുത്തരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന കാണുന്ന സമയത്താണ് ആ വാഴയിൽ കെട്ടിപ്പോന്നിട്ടൊന്ന് അടക്കി കഴിഞ്ഞാൽ തീർന്നു, പ്രശ്നം തീർന്നു. എന്തിനാ വെറുതെ ഒരു പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്ന്. ഇവരിനെയൊക്കെ പോയിട്ട് യൂട്യൂബ് ചാനലുകാർ പോയി വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അവരിനെ പറഞ്ഞാൽ മതി, ഇത് നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്, നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. മുതല് ക്യാൻസർ ബാക്ടീരിയകളെയും അതേമാതിരി എയ്ഡ്സ് ബാക്ടീരിയകളെയും നശിപ്പിക്കാൻ പറ്റിയ വൺ ഔഷധമാണ്. അതാണ് മുൻകാലങ്ങളിൽ പിന്നെ വാഴയിലയിൽ കഴിക്കാനും വാഴത്തണ്ട്, വാഴപ്പിണ്ടി, വാഴച്ചാറ് കഴിക്കാനും വാഴക്കൂമ്പ് തോരൻ വെച്ച് കഴിക്കാനും ഒക്കെ മുൻകാലത്തുള്ള മുൻഗാമികൾ പറഞ്ഞത്. അപ്പോൾ ഇത് വൺ ഔഷധമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാഴ കെട്ടിക്കിടക്കുക, ഇപ്പോൾ വാഴ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളെ ഏത് മാറ്റാൻ പറ്റാത്ത രോഗത്തെയും മാറ്റാൻ പറ്റും. അകത്തേക്ക് കഴിക്കാണ്ട് തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ പറ്റും. മാറ്റിക്കത്തുമ്പോൾ ആ വാഴയെ തന്നെ പോന്നിട്ട് അടക്കണം, പിന്നെ അപ്പോൾ മാറ്റാൻ പറ്റും. വീട്ടുകാർ വിചാരിക്കണ്ടാവും ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. ഇപ്പം തോന്നുന്നുണ്ടാവും വാഴയാണല്ലോ നല്ലത് ഇതിനെയും കാട്ടി. എന്തോന്നടേ പറയുന്നത്, എന്താ കാണിക്കുന്നത്? ഒരു ബോധവുമില്ലേ, ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഒരാൾ പറഞ്ഞിട്ടൊരു സമൂഹത്തിന് മുന്നിൽ? ഇത് നിന്റെ അഭിനയമാണെങ്കിൽ നിനക്കൊരു അവാർഡ് തരേണ്ടി വരും മേപ്പാട്ടി. എന്താ അവസ്ഥ അല്ലേ? ഫേമസ് ആകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു. വളരെ തന്നെ ഇത് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഓക്കെ കേട്ടോ, ഞാൻ എപ്പോഴും പറയും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം, അതിനൊരു ഉത്തരവാദികളായിട്ട് കുറേ യൂട്യൂബ് ചാനലുകാർ തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഓരോ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് തെറ്റായ ഒരു തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്തോന്നല്ലേ ഇത് എന്ത് ജീവിയത്? കടിക്കുമോ ഈ സാധനം? അയ്യേ.